ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷഹീർ. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ താമസിക്കുന്നു. ഇതെൻ്റെ മോളാണ് ഷബാന. 10 മാസം മുന്നേ ഒരു ശ്വാസം മുട്ടലായിട്ട് കൊണ്ടുപോയതാണ്. വണ്ടാനം ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുപോയി. അവിടുന്ന് കൺഫേമായി ശ്വാസകോശത്തിൽ അർബുദമാണ്. അവിടുന്ന് ഞങ്ങളെ തിരുവനന്തപുരം RCCയിലേക്ക് റെഫർ ചെയ്തു. കഴിഞ്ഞ 10 മാസമായിട്ട് അവിടെ ആയിരുന്നു. വന്നിട്ട് 4 മാസമേ ആയുള്ളൂ. ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്. 3 പെൺകുട്ടികളാണ്. മൂത്തവരാണിത്. കഴിഞ്ഞ 10 മാസമായി അവിടെ റൂമെടുത്ത് താമസിക്കുകയായിരുന്നു. പൈസ ഒരുപാടായി. 5 രൂപ 6 രൂപയോളമായി. എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു. അവിടുന്ന് ചെറിയ സഹായം, നമ്മുടെ നാട്ടിൽ നിന്ന് ചെറിയ ചെറിയ സഹായം കിട്ടി. അതേപോലെ എൻ്റെ നിന്നും ഉള്ളത് പൈസയൊക്കെ ഒരു ചിലവായി. വാടകയ്ക്ക് ഇപ്പോൾ താമസിക്കുന്ന വണ്ടാനത്ത് വാടക കൊടുക്കാൻ കഴിയുന്നില്ല. വണ്ടിയാണെങ്കിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു പെട്ടുവണ്ടി എടുത്തായിരുന്നു. 3 മാസം ഓടി. 4-മത്തെ മാസമാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയുള്ള അസുഖം ഉണ്ടാകുമെന്ന് ഞാൻ അറിയുന്നത്. 10 മാസം തിരുവനന്തപുരത്തായതുകൊണ്ട് എനിക്ക് ആ വണ്ടിയുടെ CC ഒന്നും അടയ്ക്കാൻ പറ്റിയില്ല. CC ഇപ്പോൾ 8-9 എണ്ണം പെൻഡിങ് ആണ്. അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. CCക്കാരെ വിളിച്ച് വണ്ടി അവരെ കൊടുക്കാൻ അവർ പറഞ്ഞു. അടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ വണ്ടി തിരിച്ചേൽപ്പിക്കാനാണ് പറഞ്ഞത്. തിരിച്ചേൽപ്പിച്ചാൽ എൻ്റെ അരിമയെടുപ്പ് മുടങ്ങും. 10 മാസം അവിടെ ആയതുകൊണ്ട് തിരിച്ച് നാട്ടിൽ വന്നു. വന്നിട്ട് 4 മാസമായി. ഇവിടെ വന്നപ്പോൾ ഒരു കടയിലെ ഓട്ടമായിരുന്നു. ഓട്ടം കംപ്ലീറ്റും പോയി. ഓട്ടം എല്ലാം കുറഞ്ഞു. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഇപ്പോൾ കുറച്ച് മീനെടുത്ത് വിൽക്കുകയാണ്. വിൽപ്പനയൊക്കെ വളരെ മോശം. ഈ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കഴിയുന്നത്. വണ്ടിയുടെ CC, വീട് വാടക, നമ്മുടെ അരിമെടുപ്പ് എല്ലാം കൂടി നമുക്ക് താങ്ങാൻ ഒക്കുന്നില്ല. 3 പെൺകുട്ടികളാണ്. പിന്നെ എൻ്റെ കുട്ടിയെ കൊണ്ട് മാസം ചെക്കപ്പിനും പോകണം. എല്ലാ മാസവും ഒരു എമൗണ്ട് ആവും. അതിനും പൈസ കണ്ടെത്താൻ കഴിയുന്നില്ല. സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ല. 6-7 വർഷത്തോളമായി ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്. പിന്നെ വണ്ടാനത്ത് താമസിക്കുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. വാടകയായിട്ട് 6000 രൂപയാണ്. CC ആയിട്ടും 6500 രൂപയാണ്. ഇത് കൂടാതെ നമ്മുടെ അരിമയെടുപ്പും എല്ലാം കൂടി നമുക്ക് താങ്ങാൻ ഒക്കുന്നില്ല. നിങ്ങളായി കഴിയുന്ന സഹായം എനിക്ക് ചെയ്യണം. പിന്നെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ CCയുടെ കാര്യവും വാടകയും കൊടുക്കാനൊന്നും കഴിയുന്നില്ല. എനിക്ക് ശ്വാസം മുട്ടലുള്ള കാരണം മറ്റുള്ള പണിക്ക് പോകാൻ പറ്റുന്നുമില്ല. വണ്ടി ഓട്ടോ ഉള്ളിപ്പോൾ ഓട്ടോ ഒന്നുമില്ല. മോശം, എല്ലാം വളരെ മോശമാണ്. സാമ്പത്തികം വളരെ മോശത്തിലാണ് നീങ്ങുന്നത്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം.
എൻ്റെ നോക്കൊണ്ട് ദുആ ചെയ്യുക. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.